ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഈ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പി ആർ ഗ്രേറ്റർ ദാൻ പി ക്യു, അതായത് ഈ പി ക്യു എന്ന സൈഡിനെക്കാട്ടും ഗ്രേറ്റർ ആണ് പി ആർ. ആൻഡ് ഓൾസോ പി എസ് ബൈസെക്റ്റ് ആംഗിൾ ക്യു പി ആർ. പി എസ് എന്നൊരു ലൈന് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, ക്യു പി ആർ എന്ന ആംഗിളിനെ പി എസ് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ആർ ഈക്വൽ, ദീസ് ടു ആർ ഈക്വൽ. നമ്മളോട് ചോദിച്ചത് പ്രൂവ് ദാറ്റ് ആംഗിൾ പി എസ് ആർ ഗ്രേറ്റർ ദെൻ പി എസ് ക്യു. പി എസ് ആർ, ഈ ആംഗിൾ പി എസ് ക്യു, ഈ ആംഗിളിനെക്കാട്ടും ഗ്രേറ്റർ ആണ് ഈ റൈറ്റിലുള്ള ഈ ആംഗിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ഫസ്റ്റ് നമുക്ക് എഴുതാം ആംഗിൾ ക്യു പി എസ് ഈക്വൽ ടു ആംഗിൾ ആർ പി എസ്, ബിക്കോസ് പി എസ് bisect angle QPR അല്ലേ. QPS ഈ ആംഗിൾ പി ആണ് നടുക്ക് വരുന്നത്, സെൻട്രൽ വരുന്നത് പി ആണ്. ഓക്കെ, ആംഗിൾ ആർ പി എസ് ഈ ആംഗിൾ, ദീസ് ടു ആംഗിൾ ആർ ഈക്വൽ, കാരണം പി എസ് ആ ആംഗിളിൽ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം എന്തറിയാം, പി ആർ ഗ്രേറ്റർ ദാൻ പി ക്യു അല്ലേ. പി ആർ ആണ് പി ക്യുവിനെക്കാട്ടും വലിയ സൈഡ് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇക്വേഷന് 1 എന്ന് എഴുതാം. ഓക്കെ, പി ആർ ഗ്രേറ്റർ ദാൻ പി ക്യു എന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി, അതായത് ഗ്രേറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിരിക്കും ഗ്രേറ്റർ. നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഗ്രേറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിരിക്കും ഗ്രേറ്റർ. സോ നമുക്ക് എഴുതാം പി ക്യു ആർ, ഇങ്ങനെ എഴുതാം, പി ക്യു ആർ ഗ്രേറ്റർ ദാൻ പി ആർ ക്യു. പി ക്യു ആർ ഗ്രേറ്റർ ദാൻ പി ആർ ക്യു നമുക്ക് എഴുതാം. ബ്രാക്കറ്റിൽ എഴുതാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ സൈഡ് ഈസ് ഗ്രേറ്റർ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഗ്രേറ്റർ സൈഡ് ഈസ് ഗ്രേറ്റർ അല്ലേ. ഗ്രേറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റായ ആംഗിളായിരിക്കും ഗ്രേറ്റർ. നമുക്ക് 2 എന്ന ഇക്വേഷനായിട്ട് കൊടുക്കാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊന്ന് നോക്കാം. ഈ പി എസ് ക്യു എന്നൊരു ട്രയാങ്കിൾ എടുത്താൽ, പി എസ് ക്യു എന്നൊരു ട്രയാങ്കിൾ എടുത്താൽ, പി ക്യു എസ് ഈ ഒരു പാർട്ട് മാത്രം എടുത്താൽ, എസ് എന്ന് പറയുന്ന ഈ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിളാണ് അല്ലേ. അതായത് പി എസ് ആർ ഈക്വൽ ടു പി എസ് ആർ, ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ക്യു പി എസ് പ്ലസ് ആംഗിൾ പി ക്യു എസ്. ഈ ആംഗിൾ, ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ. കാരണം ഇത് നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. അപ്പം നമുക്ക് ബ്രാക്കറ്റിൽ ചെയ്താൽ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി
എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. സെയിം വേ പി എസ് ആർ എന്ന ട്രയാങ്കിൾ എടുത്താൽ പി എസ് ക്യൂ ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ആഡ് ചെയ്താൽ ഈ പുറത്ത് വരുന്ന എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതായത് ആർ പി എസ് പ്ലസ് പി ആർ എസ്. സെയിം റീസൺ, എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. ആർ പി എസും പി ആർ എസും ഈ ആംഗിളും. ഓക്കെ, ഇത് നമുക്ക് 3 ആയിട്ട് കൊടുക്കാം, ഇതിന് നമുക്ക് 4 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് അറിയാം ആംഗിൾ ക്യൂ പി എസും ആർ പി എസും ഈക്വൽ ആണെന്നറിയാം. ഈ ആംഗിളും ഈക്വൽ ആണെന്നറിയാം. നമുക്ക് രണ്ടാമത്തെ ഇതിൽ നിന്നറിയാം ഈ ആംഗിളാണ് വലുത്, ഈ ആംഗിൾ ചെറുതെന്നറിയാം അല്ലേ. ഗ്രേറ്റർ സൈഡ് ആയതുകൊണ്ട് ആംഗിൾ ക്യൂ ആണ് വലുത്, ആംഗിൾ ആർ ആണ് വലുത്. ഇത് രണ്ടും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ആംഗിൾ ഫസ്റ്റും സെക്കൻഡും നോക്കുകയാണെങ്കിൽ ആംഗിൾ ക്യൂ പി എസ് പ്ലസ് ആംഗിൾ പി ക്യൂ എസ് അല്ലേ. അതായത് ഈ ആംഗിളും വരുന്ന ഭാഗമാണ് ഗ്രേറ്റർ. കാരണം ഇത് രണ്ടും ഈക്വലാണ്. 1ഉം 2ഉം നമ്മൾ ഒന്നിച്ചെടുക്കുകയാണ് ആഡ് ചെയ്യാൻ ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും നോക്കുമ്പോൾ ഇത് ഗ്രേറ്ററാണ്. അപ്പോൾ ഈ പാർട്ടിൽ ഗ്രേറ്ററായിട്ട് വരിക ക്യൂ പി എസ് ഗ്രേറ്റർ ദെൻ ആർ പി എസ് പ്ലസ് ആംഗിൾ പി ആർ എസ്. ഓക്കെ, angle QPS, this angle plus PQS, this angle is greater than RPS, this angle plus PRS, this angle. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ, അതായത് ഈ ആംഗിളും ആഡ് ചെയ്താലാണ് വലുത്. ഇതും ആഡ് ചെയ്താൽ സ്മോളും ഇതും ആഡ് ചെയ്താൽ വലുതാണെങ്കിൽ നമ്മൾ 3rd and 4th നോക്കിയാൽ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്, ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ ആഡ് ചെയ്താൽ, രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്താൽ ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുമാണ് ഗ്രേറ്റർ, ഇതും ആഡ് ചെയ്താലാണ് ഗ്രേറ്റർ. അപ്പം ഈ ഒരു പാർട്ടും സെയിം ആണ്. അപ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ. ഇതും ആഡ് ചെയ്താൽ സ്മോളാണ്. ഇതും ആഡ് ചെയ്യുന്നതും ഇതിൻ്റെ ഈ എക്സ്റ്റീരിയർ പാർട്ടും ഈക്വലാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താം, ആംഗിൾ പി എസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ പി എസ് ക്യൂ. നമുക്കെങ്ങനെ ഇത് കിട്ടിയത്, by substituting exterior property സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ട്.